Hi guys, welcome back to my channel. This is me Swetha. I have a new video for you guys. ഇന്ന് ഈ പറഞ്ഞ പോലെ ഒരു ചെറിയ ട്രിക്കാണ് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത്. അതായത് ഒരു സെയിം ഐഷാഡോ പാലറ്റിനെ കൊണ്ട് ഒരു ഡേ ലുക്കും ഒരു നൈറ്റ് ലുക്കും എങ്ങനെ ചെയ്യാമെന്നാണ് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത്. ആകെ ഒറ്റൊരു സ്റ്റെപ്പേ വ്യത്യാസമുള്ളൂ രണ്ടും തമ്മിൽ. പക്ഷെ ഭയങ്കര ലുക്കിൽ ആക്ച്വലി നല്ല വ്യത്യാസമുണ്ട്. ഇതൊരു സിമ്പിൾ ഡേ ലുക്കായിട്ടും ഇത് ആക്ച്വലി ഒരു പാർട്ടിക്കോ അല്ലെങ്കിൽ ഒരു ഡിന്നറിനോ പോകുമ്പോൾ ഒരു ലുക്കായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ഇറ്റ്സ് വെരി സിമ്പിൾ. സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. സോ നമുക്ക് ബെയർ സ്കിന്നിൽ തുടങ്ങാം. ഞാൻ വേറെ മേക്കപ്പ് ഒന്നും ചെയ്തിട്ടില്ല. സോ ആദ്യം ഐസ് ചെയ്തിട്ട് പിന്നെ ബാക്കിയൊക്കെ ചെയ്യാം. അപ്പോൾ അങ്ങനെ വിചാരിക്കണം. കാരണം ഇൻ കേസ് നമ്മൾ ഈ സ്മോക്കി ഐസ് ചെയ്യുന്നതുകൊണ്ട് ഇൻ കേസ് എന്തെങ്കിലും ഫോൾ ഔട്ടോ അല്ലെങ്കിൽ താഴെ ഇങ്ങനെ വീഴോ എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ തന്നെ അത് നമുക്ക് ക്ലീൻ ചെയ്തിട്ട് ബാക്കി മേക്കപ്പ് ഇടാം. പക്ഷെ ആദ്യം നമ്മൾ ബേസൊക്കെ ചെയ്ത് ഫൗണ്ടേഷൻ ഒക്കെ ഇട്ട് കഴിഞ്ഞിട്ട് നമ്മൾ ഇത് ചെയ്തിട്ട് ആകെ കുളമായി കഴിഞ്ഞാൽ പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല, ഇരട്ടി പണിയാവും. അപ്പോൾ അതിനും ബെറ്റർ ആദ്യം കണ്ണ് ചെയ്യാം, പിന്നെ ബാക്കി ബേസും കാര്യങ്ങളെല്ലാം ചെയ്യാം. ഓക്കെ, സോ ഇത് ഞാൻ ലാസ്റ്റ് ടൈം കാണിച്ച അതേ പാലറ്റാണ്, സെയിം പാലറ്റിനെ ഞാൻ കാണിക്കുന്നത്. സോ ഇൻ കേസ് നിങ്ങളിത് വാങ്ങിയിട്ടുണ്ടെങ്കിൽ അതിനെ കൊണ്ട് തന്നെ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഞാൻ കാണിച്ചു തരാം. വേറെ പാലറ്റ്സ് കാണിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആവണ്ട, വേറെ കുറേ പാലറ്റ്സ് വാങ്ങിക്കേണ്ടി വരരുത്, അതാണ് എൻ്റെ ഉദ്ദേശം. സോ ഇതൊരെണ്ണം ഓൾറെഡി വാങ്ങിയിട്ടുണ്ടെങ്കിൽ ഇത് തന്നെ യൂസ് ചെയ്യാൻ പറ്റും. രണ്ട് ടൈപ്പ് ബ്രഷാണ്. ഒന്ന് ഈ ഒരു ഇങ്ങനെ കുറച്ച് ഫ്ലഫി ആയിട്ടുള്ളൊരു ബ്രഷ് വേണം, അത് നമുക്ക് ബേസ് കളർ ഇടാൻ വേണ്ടിയിട്ടാണ്. ഇത് ഭയങ്കര സിമ്പിളാട്ടോ, ഭയങ്കര എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നൊരു സാധനമാണ്. പിന്നെ നമുക്ക് ഇങ്ങനത്തെ ഒരു പ്രിസിഷൻ ബ്രഷ് വേണം, അതായത് കുറച്ച് കട്ടിയുള്ള കുറച്ച് സ്റ്റേഡി ആയിട്ടുള്ള ബ്രഷ് വേണം. ഇത് നമുക്ക് ആ ഒരു പ്രിസിഷൻ, അതായത് നമ്മൾ നല്ല ഡീറ്റെയിൽ ആയിട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനത്തെ ബ്രഷ് വേണ്ടത്. എൻ്റെ ഈ ഒരു ബ്രഷിൻ്റെ അപ്പുറത്തും ഇപ്പുറത്തും ഉണ്ട്, അതായത് ഇപ്പുറത്തെ സൈഡിൽ ഫ്ലഫിയും ഇപ്പുറത്ത് പ്രിസിഷനും ഉണ്ട്. ഇങ്ങനത്തെ ഉണ്ടെങ്കിൽ ഇതായാലും മതി. ഓക്കെ, സ്റ്റാർട്ട് ചെയ്യുന്നത് ഈ ഒരു ബേസ് കളർ വെച്ചിട്ട് തന്നെയാണ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. സോ ഭയങ്കര എളുപ്പമാണ്, വലിയ പണിയൊന്നുമില്ല. സോ ഇതിങ്ങനെ ബേസ് കളർ നമ്മൾ ഈ ഒരു കോർണറിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുക, എന്നിട്ട് ഇങ്ങനെ ബ്ലെൻഡ് ചെയ്യുക. ബേസിക്കലി ഞാൻ എന്താ ചെയ്യാറെന്ന് വെച്ചാൽ ഈ ലിഡിൽ മൊത്തം ഞാൻ ഈ ഒരു കളർ ഇടും. അപ്പോൾ ആ ഒരു ഈവൻ ടോൺ കിട്ടാൻ വേണ്ടി നമുക്ക് നമ്മുടെ എൻ്റെ ഒരു സ്കിൻ ടോൺ ഉള്ള ആൾക്കാർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾറെഡി കണ്ണിൻ്റെ അവിടെ ഒരു കളർ ഉണ്ടാവും. ഓൾറെഡി ഇവിടെ ഒരു ഡാർക്ക് ഷെയ്ഡ് ഉണ്ട്. ഇറ്റ്സ് ഓൾറെഡി ലൈക്ക് ഇൻബിൽഡ് സ്മോക്കി ആയ ഓൾറെഡി നമുക്കുണ്ട്, ഇന്ത്യൻ സ്കിൻ ടോൺസിന് ഓൾറെഡി ഉണ്ട്. സോ അതൊന്ന് ഈവൻ ആക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഷെയ്ഡ് ഇടുന്നത്. സോ ഇത്രയും ചെയ്യുക. ഇതിൻ്റെ ഈ ഒരു ബോണ് കണ്ടോ, ഈ ഐബ്രോ ബോണിൻ്റെ മേലേക്ക് പോകരുത്, അപ്പോഴാണ് ഭയങ്കര കോളായ പോലെ ഇരിക്കുക. അപ്പോൾ ഈ ഒരു ഐബ്രോ ബോണിൻ്റെ അടിയിൽ തന്നെ ആയിരിക്കണം. പിന്നെ സമയം എടുത്ത് ടേക്ക് യുവർ ടൈം ആൻഡ് ബ്ലെൻഡ് ഇറ്റ്, നല്ലോണം ബ്ലെൻഡ് ചെയ്യുക. നല്ല കുറച്ച് ക്ഷമയൊക്കെ വേണം. ഓക്കെ, അത് ചെയ്യുക. ഇനി ഈ പ്രിസിഷൻ ബ്രഷ് എടുത്തിട്ട് സെയിം കളർ എടുത്തിട്ട് അടിയിലും കുറച്ച് ടച്ച് ചെയ്ത് കൊടുക്കുക. ഓക്കെ, സോ ഇനി ഞാൻ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ ഈ കളറാണ് നമ്മളിപ്പോൾ ഇത്ര നേരം യൂസ് ചെയ്തത്. ഇനി നമ്മൾ സ്മോക്കി ആയി ചെയ്യുമ്പോൾ പലതരം സ്മോക്കി ആയി ഉണ്ട്. ഈ കോർണറിൽ ഡാർക്കായിട്ട് ഇങ്ങോട്ടേക്ക് ഗ്ലിറ്റർ അങ്ങനെ ഉണ്ട്. അത് കുറച്ച് പഴയ സ്റ്റൈലാണ്, ഇപ്പം ആരും അത് ചെയ്യുന്നില്ല. ഇപ്പം റീസെൻ്റ്ലി ഉള്ളൊരു ട്രെൻഡാണ് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത്. അത് ഈ കളറ്, ഈ ഒരു ഡാർക്ക് ബ്രൗൺ കളറ് നമ്മുടെ ലിഡിൻ്റെ അടുത്ത് ഡാർക്ക് ആക്കിയിട്ട് മേലേക്ക് ലൈറ്റായി പോകും. ബേസിക്കലി സ്മോക്കി ആയി എന്ന് പറഞ്ഞാൽ സ്മോക്കി ലൈനർ പോലെ ഇരിക്കും. ഇവിടെ ഡാർക്കും മേലേക്ക് ബ്ലെൻഡായിട്ട് പോകുന്നത് പോലെ. ഞാൻ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഇത് ഈ സാധനമൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യാൻ ഭയങ്കര പാടാട്ടോ, കണ്ടു കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. സോ ഇതേ സാധനം തന്നെ ഞാൻ ഈ കണ്ണിലും ചെയ്യാൻ പോവാം. അപ്പം ഈ ഒരു ബേസിക് സാധനമാണ് ഞാൻ നോർമലി എവറി മേക്കപ്പിന് ചെയ്യാറ്, നാച്ചുറൽ ലുക്കിംഗ് മേക്കപ്പിന് ചെയ്യാറ്. ഈ സാധനം തന്നെ ഇവിടെയും ചെയ്യുക. എന്നിട്ട് ഇതിൻ്റെ മേലെയാണ് നമ്മൾ സ്മോക്കി എഫക്റ്റ് ചെയ്യാൻ പോകുന്നത്. സോ അതിന് ഈ കളർ എടുക്കുക, ഈ ഒരു പ്രിസിഷൻ ബ്രഷിൽ ഈ കളർ എടുക്കുക. എന്നിട്ട് ഞാൻ എന്താ ചെയ്യാൻ പോകണമെന്ന് വെച്ചാൽ നല്ലോണം അത് ആ ഒരു കളർ ഇങ്ങനെ പാക്ക് ചെയ്തെടുക്കുക ബ്രഷിൽ. ഓക്കെ, ആൻഡ് ഐലാഷസ് ഇല്ലേ, നമ്മൾ ലൈനർ എഴുതുന്ന സ്ഥലത്ത് ഇങ്ങനെ പാക്ക് ചെയ്ത് കൊടുത്തിട്ട് പിന്നെ അത് ബാക്കിലേക്ക് ബ്ലെൻഡ് ചെയ്യാം. ഓക്കെ, സോ ഇങ്ങനെ ടാപ്പ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, കേസ് ഈ ഒരു ഐഷാഡോ പാലറ്റ് നിങ്ങളുടെ അടുത്ത് ഇല്ലെങ്കിലും ബ്രൗൺ കളർ ഏതെങ്കിലും ഐഷാഡോ ഉണ്ടായാലും മതി. അതായത് ബ്രൗണോ ബ്ലാക്കോ എന്താണെങ്കിലും മതി.
ഇപ്പം നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്, ആ വിസിബിൾ ഡിഫറൻസ് കാണാൻ പറ്റുന്നുണ്ട്, ഈ ഒരു കളറും മേലത്തെ കളറിന്. അതിനി നമ്മൾ ബ്ലെൻഡ് ചെയ്യണം നല്ലോണം. അപ്പം ഞാൻ എന്താ ചെയ്യാറെന്ന് വെച്ചാൽ ഇങ്ങനെ പാക്ക് ചെയ്തതിന് ശേഷം ഒന്നിങ്ങനെ ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക. ബ്ലെൻഡ് ചെയ്യാൻ നമുക്ക് ഈ സെയിം ബ്രഷ് തന്നെ യൂസ് ചെയ്യാം, ബാക്കത്തെ ഫ്ലഫി ബ്രഷ് യൂസ് ചെയ്യാം ബ്ലെൻഡ് ചെയ്യാൻ. ഓക്കെ, സെയിം കളർ എടുക്കുക, എന്നിട്ട് നമ്മൾ താഴത്തെ ലാഷ് ലൈനിലും കുറച്ചിങ്ങനെ ടച്ച് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ ഇങ്ങനെ കാണുമ്പോൾ നമുക്ക് പെട്ടെന്ന് ആരും ഇടിച്ച പോലെയൊക്കെ തോന്നും, പക്ഷേ ലാഷസ് ഒക്കെ എഴുതി കഴിയുമ്പോഴത്തേക്കും നല്ല ഭംഗിയുണ്ടാവും. ഞാൻ കാണിച്ചു തരാം കേട്ടോ. എന്ന് പറഞ്ഞാൽ നമ്മുടെ നാച്ചുറൽ ലുക്കിങ് മറ്റേ ബേസ് കളർ മാത്രമുള്ള കണ്ണാണ് ഇത്. ഇതിൽ വേറെ ഒന്നും ചെയ്തിട്ടില്ല. സോ ഞാൻ ഇത് രണ്ടും തമ്മിലുള്ള ഡിഫറൻസ് കാണിച്ചാണ്. ഇതിൽ സ്മോക്കി ആ ഒരു ഡാർക്ക് കളർ ആഡ് ചെയ്തിട്ടുണ്ട്, ഇതിലതില്ല. അപ്പോൾ ഇനി നമ്മളൊരു മസ്കാര ആഡ് ചെയ്യുമ്പോഴത്തേക്കും ഡിഫറൻസ് കാണിച്ചാണ്. ഇത് ക്യാൻ ബി എ നൈറ്റ് ലുക്ക് ആൻഡ് ഇത് ക്യാൻ ബി എ ഡേ ലുക്ക്. അതാണ് രണ്ടും തമ്മിലുള്ള വ്യത്യാസം. ഓക്കെ, മസ്കാര ഏത് വേണമെങ്കിലും യൂസ് ചെയ്യാം കേട്ടോ, ഇത് തന്നെ യൂസ് ചെയ്യണമെന്നില്ല. ഞാൻ കഴിഞ്ഞ വീഡിയോയിലാണെങ്കിലും രണ്ടും ഒരു സാധനത്തിൻ്റെ തന്നെ 2 ഓപ്ഷൻസ് ഒക്കെ വെച്ചിട്ടുണ്ട്. ഇപ്പോൾ അഫോർഡബിൾ ഓപ്ഷൻ വേണമെങ്കിൽ അതുമുണ്ട്, അല്ല ഈ സെയിം സാധനം വേണമെങ്കിൽ അതിൻ്റെയും ലിങ്ക് ഞാൻ താഴെ ഇടാം. എനിക്കുള്ള വ്യത്യാസം ഓക്കെ, ഈ കണ്ണ് നമ്മൾ വ്യത്യാസം ദർ ഇസ് എ ക്ലിയർ ഡിഫറൻസ് റൈറ്റ്. ഐ തിങ്ക് ഈ പാലറ്റിനാകെ 200 സംതിങ് രൂപയേ ഉള്ളൂ. അപ്പം അത് വാങ്ങിച്ചു കഴിഞ്ഞാൽ ഇറ്റ്സ് വർത്ത് ഇറ്റ്. ഈ കളേഴ്സൊക്കെ ഏകദേശം എല്ലാം നമ്മുടെ ഒരു ഡസ്കി സ്കിൻ ടോണിന് ചേരുന്ന കളറാണ്. സോ ഇതിന് കണ്ടോ, ഇതിന് മസ്കാര ഇട്ടിട്ടുണ്ട് അതേപോലെ തന്നെ ഇതിനും ഇട്ടേക്കുന്നത്. പക്ഷെ ഇവിടെ ആ ഒരു സ്മോക്കി നമ്മൾ ആ ഒരു ഡാർക്ക് കളർ യൂസ് ചെയ്തതിൻ്റെ ഡിഫറൻസ് ആയത്. ഈ കണ്ണിൽ കുറച്ചും കൂടി ആ ഒരു എന്താ പറയുക, ആ ഒരു ഡെപ്ത് ഫീൽ ചെയ്യുന്നുണ്ടല്ലോ. ഈ കണ്ണിൽ അധികം മേക്കപ്പ് ഇടാത്ത പോലെയുണ്ട്. ഓക്കെ, സോ മൈ റെസ്റ്റ് ഓഫ് ദ ഫേസ് ഇസ് ഡൺ. ഈ സൈഡിൽ ഇറ്റ് ക്യാൻ ബി ക്ലിയർലി എ സിമ്പിൾ ഡേ ലുക്ക് ആൻഡ് ഈ സൈഡിൽ ഇറ്റ് ക്യാൻ ബി എ നൈറ്റ് ലുക്ക്. ആ ഒറ്റൊരു സ്റ്റെപ്പ് കൂട്ടിയതിൻ്റെ പേരിൽ ഇതാണ് ഡിഫറൻസ് ഉള്ളത്. സോ സോ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കണു. ഇഷ്ടമായെങ്കിൽ കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, എല്ലാം അറിയാലോ. ഓക്കെ, സോ ഇനി എന്തെങ്കിലും വീഡിയോ ഞാൻ ചെയ്യണമെങ്കിൽ അതും കമൻറ്റ് ചെയ്യുക, പറയാം എൻ്റെ അടുത്ത്. So I'll see you guys in my next video. Till then, keep smiling, be happy. I love you guys.